നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഏർപ്പെടുത്തിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് നടന്നു. ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് 088935 എന്ന നമ്പർ അർഹമായി. 081, 821 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം. തൃശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ജനകീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ കോർപ്പറേറ്റ് കുത്തകകളെ പ്രതിരോധിച്ച് മുന്നേറുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ എന്ന് ഡെപ്യൂട്ടി മേയർ വിശേഷിപ്പിച്ചു. ഇപ്പോഴും സുതാര്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്രദമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പിന്തുണ നൽകും. പ്രത്യേകിച്ച് ഞാൻ പക്ഷെ അതേസമയം തെറ്റായ രൂപത്തിൽ പറഞ്ഞാൽ അടിച്ചേൽപ്പിച്ച് പറയുകയും അതിന്റെ സ്വഭാവമാണ്. വളരെ സന്തോഷപ്രദമായി തന്നെ കേരള വിഷൻ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് 3 മാസത്തിൽ ഒരിക്കൽ പ്രൈസ് എടുക്കുന്നു അല്ലേ? അത് 50 ലക്ഷത്തോളം 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ കൊടുക്കുന്നു. എല്ലാ മാസവും നടപടിപ്പെട്ട് 3 മാസത്തില് അത് 3 മാസത്തിൽ 50 ലക്ഷം ഇതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാനാക്കി നമുക്ക് എത്ര വരുമാനിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ഇതിനായി ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത്. ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ്. കൂടാതെ 5 വീതം ഇൻവെർട്ടർ AC, വാഷിംഗ് മെഷീൻ, ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. റമദാൻ കാരുണ്യത്തിന്റെ 10 കടന്ന് പാപമോചനത്തിന്റെ 10ലേക്ക്. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെല്ലാം പൊറുത്തു നൽകാനുള്ള പ്രാർത്ഥനയോടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. വ്രതാനുഷ്ഠാനം രണ്ടാമത്തെ 10ലേക്ക് കടന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി. റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ 10 ദിവസങ്ങൾ പാപമോചനത്തിന്റെയും അവസാനത്തെ 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെയുമാണെന്നാണ് വിശ്വാസം. രണ്ടാമത്തെ 10ൽ ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം, മക്ക വിജയം എന്നിവയുടെ ഓർമ്മ ദിനങ്ങൾ കൂടിയാണ്. ചരിത്രത്തിന്റെ വഴിത്തിരിവ് കൂടിയായ ബദർ യുദ്ധം നടന്നത് റമദാൻ 17നാണ്. അംഗബലത്തിൽ കുറഞ്ഞ സമൂഹം ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയ ബദറിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ബദർ ദിനം ആചരിക്കുന്നു. അന്ന് പള്ളികളിലും വീടുകളിലും പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറയും അന്നദാനവും സംഘടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്ന ദിനമാണ് മക്ക ഫത്ത് അഥവാ മക്ക വിജയം എന്ന് പറയുന്നത്. ഇത് റംസാൻ 20നാണ്. ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ 10 ദിവസങ്ങൾ വിശ്വാസികൾ പള്ളികളിലും വീടുകളിലും സജീവമാകും. യാക്കോബായ സുറിയാനി സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തയും നിയുക്ത കാതോലിക്ക ബാവയും എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. ഈ മാസം 25-ന് ലബനോനിൽ വെച്ച് മെത്രോപ്പൊലീത്തയെ ഇന്ത്യയിലെ യാക്കോബായ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ കത്തോലിക്ക ബാവിയായി വാഴിക്കൽ ചടങ്ങ് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആർത്താറ്റ് സിംഹാസനപ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്തോക്യ സിംഹാസന പ്രതിനിധി മോർ സ്ലൈബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ അനുഗ്രഹം നേടാനായാണ് കബറിങ്കൽ എത്തിയത്. കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തിയ അദ്ദേഹം കാലം ചെയ്ത പൗലോസ് മോർ സേവറിയോസ് മെത്രോപ്പൊലിത്തയുടെ കബറിടത്തിലും ദിവംഗതരായ വൈദികരുടെ കല്ലറകളിലും ധൂപപ്രാർത്ഥന നടത്തി. വിശ്വാസികളെ കൈമുത്തും നടത്തി. വിശ്വാസികൾ നിയുക്ത കത്തോലിക്ക ബാവയോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ബുധനാഴ്ച രാവിലെ പള്ളിയിലെത്തിയ മെത്രോപ്പൊലിത്തയ്ക്ക് ഫാദർ ജിബിൻ ചാക്കോ കത്തിച്ച മെഴുകുതിരി നൽകി. ഫാദർ രാജൻ മാണി കോർ എപ്പിസ്കോപ്പ, ഫാദർ സ്ലൈബ കാട്ടുമങ്ങാട് കോർ എപ്പിസ്കോപ്പ, വൈദികരായ ഫാദർ ജയേഷ് ജേക്കബ്, ഫാദർ ബാബു ജോസഫ്, ഫാദർ സിജി മാത്യു, ഫാദർ മനു തങ്കച്ചൻ എന്നിവരും ഭരണസമിതി അംഗങ്ങളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. ലബനോനിൽ നടക്കുന്ന കത്തോലിക്ക വാഴ്ചയ്ക്കായി സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ വിവിധ കക്ഷികളുടെ MLA മാരുൾപ്പെടുന്ന 7 അംഗ പ്രതിനിധി സംഘത്തെ അയക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.
വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറപാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മേഖലയിലെ കാർഷിക വൃത്തിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 35 വർഷം മുമ്പാണ് തയ്യൂർ ആലുക്കൽ ചിറപ്പാലവും അതിനോട് ചേർന്ന് തടയണയും നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിനോടൊപ്പം തടയണയും തകർന്നു. കടുത്ത വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാവുകയാണ്. ആയിരത്തി 1989 KS നാരായണൻ നമ്പൂതിരി MLA ആയിരുന്ന കാലത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിയാണ് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറപ്പാലം നിർമ്മിച്ചത്. കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി പാലത്തിനോടൊപ്പം കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകളും കൈവരികളും തടയണയുടെ ഭീമുകളും തകർന്നു. തടയണയിലെ പലകകൾ കാലവർഷത്തിലെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ഭീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീണതിനാൽ പുതിയ പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലവും അപകടാവസ്ഥയിലായി. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് AC മൊയ്തീൻ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി 2023 സംസ്ഥാന ബജറ്റിൽ 5,12,00,000 രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നു മുതൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം കുറേശ്ശെ വെള്ളം കിട്ടിയിരുന്നു, വെള്ളം തീരെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോൾ ഇത് പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ആദ്യം ചീഫ് എഞ്ചിനീയറായിട്ട് പണിയുന്നുണ്ട്, പിന്നീട് അത് പാലാക്കി നമ്മുടെ KS നാരായണൻ നമ്പൂതിരിയുള്ളപ്പോഴാണ് പിന്നെ പാലാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് കുറേ വർഷമായി നിൽക്കുന്നു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്. എരുമപ്പെട്ടി കടങ്ങോട് പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗമായതിനാലും റോഡ് BMBC നിലവാരത്തിൽ പണിതതിനാലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പഞ്ചായത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് ക്രഷറുകളിൽ നിന്ന് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ടിപ്പറുകളും അപകടാവസ്ഥയിലായ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എരുമപ്പെട്ടിനെയും വേലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പണികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനൊന്നും മുന്നോട്ടേക്ക് യാതൊരു ഇതും നടക്കുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണ് പരിശോധന, സ്ഥലം വിളവെടുപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ഇവിടുത്തെ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു തടയണയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇത്. പാലവും തടയണയും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ പണികളൊന്നും നടക്കുന്നില്ല. എത്രയും വേഗം ഇതിന്റെ പണികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിക്കും വാഴ, പച്ചക്കറി കൃഷികൾക്കും പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. മതിയായ വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ തടയണയും നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ ടെൻഡർ നടപടികളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പൊക്ക് നയമാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കുന്നതെന്നും ആരോപണമുണ്ട്. അളവെടുപ്പും മണ്ണിന്റെ ബലപരീക്ഷണവും പല ആവർത്തി നടന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ ഇടയാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലയിലെ ആദ്യ ID കാർഡ് വിതരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കുന്നംകുളം മേഖലയിൽ നടന്നു. ഒനീറോ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ID കാർഡ് അണിയിച്ചുകൊണ്ട് AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ നിർവഹിച്ചു. ഡയാലിസിസ് കിറ്റ് വിതരണ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ലിജോ P. ജോസഫ് കുന്നംകുളം മേഖല കാരുണ്യ പ്രവർത്തന കോർഡിനേറ്റർ CJ ഫ്രാൻസിസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PY റാഫിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലയിലെ 4 യൂണിറ്റുകളുടെ സംയുക്ത കാർഡ് വിതരണവും ചടങ്ങിൽ നടത്തി. ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, മേഖലാ ഇൻചാർജർ ഷാജി ലെൻസ്മാൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ സിജോ, ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ രമേശ് കാളിയത്ത്, ജില്ലാ കമ്മിറ്റി അംഗം UB പ്രബലൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം മേഖലാ സെക്രട്ടറി NM നൌഷാദ് സ്വാഗതവും ട്രഷറർ ജോർജിൻ രാജ് നന്ദിയും പറഞ്ഞു. ഇഫ്താർ വിരുന്നോടുകൂടി സമാപിച്ചു. പോർക്കുളം പഞ്ചായത്ത് അഗതിയൂരിലെ കലവർണ്ണക്കുളം നവീകരിക്കുന്നു. നഗരസഞ്ചാര പദ്ധതിയിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അസിസ്റ്റന്റ് എഞ്ചിനീയർ മേരി ജോൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി,
ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ നിമിഷ വിഗീഷ്, സുധന്യ സുനിൽകുമാർ, ബിജു കോലാടി, KA ജ്യോതിഷ്, രേഖ ജയരാമൻ, വിജിത പ്രജി, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ കുളത്തിലെ ചണ്ടിയും പായലും നീക്കി അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ ചേറും മണ്ണും നീക്കം ചെയ്ത് ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുകയും കുളത്തിനു ചുറ്റുമുള്ള റീട്ടേൺ വാളിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാം ഘട്ടത്തിൽ കുളക്കടവും നീന്തൽ പരിശീലന സൗകര്യവും കുളത്തിന്റെ ചുറ്റും സംരക്ഷണവേലിയും കട്ടവിരിക്കലുമാണ് പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം വാഗ മാലതി UP സ്കൂളിൽ നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് EO സോജൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക KP ഷീജ, അധ്യാപക പ്രതിനിധികളായ സ്മിത, മിനി, മദർ PTA പ്രസിഡന്റ് ബുഷറ ജമാൽ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര മേഖലകളിലുള്ള മികവുകൾ പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചു. റമദാൻ വിപണിക്കായി പാടൂർ കൃഷി കൂട്ടായ്മയുടെ തോട്ടത്തിൽ വിളഞ്ഞ കിരൺ തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. പാടൂർ കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷംസുദ്ദീൻ മരക്കാറിന്റെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ വരുന്ന സ്ഥലത്താണ് കിരൺ നൂറുമേനി വിളവ് ലഭിച്ചത്. ഇതിനു പുറമെ പച്ചക്കറികളായ തക്കാളി, മത്തൻ, വെണ്ട, പപ്പായ, പച്ചമുളക്, വെള്ളരി, പയർ, വിവിധ തരത്തിലുള്ള ചീരകൾ എന്നിവ ഉൾപ്പെടെയുള്ളവയും കൃഷി ചെയ്യുന്നുണ്ട്. റംസാൻ മാസത്തിൽ നോമ്പുതുറയിലെ പ്രധാന ഇനങ്ങളിലൊന്നായ കിരൺ തണ്ണിമത്തൻ 40 മുതൽ 60 ദിവസത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്തിയാണ് വിളവെടുപ്പിന് പാകമാകുന്നത്. തരിശായി കിടന്നിരുന്ന തെങ്ങിൻ പറമ്പിലും നല്ല വിളവ് ലഭിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കർഷക കൂട്ടായ്മ. പൂർണ്ണമായി ജൈവവളത്തിലാണ് കൃഷി നടത്തിയിരിക്കുന്നത്. കൃഷിയിൽ നിന്നും മികച്ച വിളവ് ലഭിക്കുന്നുണ്ടെങ്കിലും വിപണി കണ്ടെത്താൻ സാധിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കിരണും തണ്ണിമത്തനും ഞങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാക്കി. അതിന് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. ഇപ്രാവശ്യം അത് വളരെ ഭംഗിയായിട്ട് പോയി. ഇപ്പോൾ അത് ഞങ്ങൾ ശരിക്കും ഒരു വലിയൊരു പരീക്ഷണം കൂടെയാണ് നടത്തിയത്. ആ പരീക്ഷണം നല്ല വിജയമാണ്. തീർച്ചയായും ഇത് അടുത്ത റംസാനോട് കൂടിയിട്ട് അല്ലെങ്കിൽ അടുത്ത റംസാൻ കാലത്തോ അല്ലെങ്കിൽ കൂടുതൽ ചൂടുണ്ടാവുന്ന കാലത്തോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് കൂട്ടായ്മ പ്രസിഡന്റ് PV അലിയും സ്ഥല ഉടമ ഷംസുദ്ദീൻ മരക്കാറും എല്ലാ ദിവസവും കൃഷിയുടെ പുരോഗതി വിലയിരുത്തുന്നു. വിഷുവിന് വിളവെടുക്കാനായി കണിവെള്ളരിയും തോട്ടത്തിലൊരുങ്ങുന്നുണ്ട്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെയും ഏറ്റവും നല്ല കൃഷി കൂട്ടായ്മയ്ക്കുള്ള പുരസ്കാരവും പാടൂർ കൃഷി കൂട്ടായ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ ഈ ജൈവ കൃഷി സംരംഭത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് വിളവ് കുറച്ച് കുറവായിരിക്കും, ചിലപ്പോൾ ഒരു കുത്തൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ ജൈവ കൃഷി സംവിധാനം വിടരുത്. അതിനെ പൂർണ്ണമായിട്ടും വെളിയങ്കോട് മുക്കിലിറ തോടുകെട്ടി റോഡും തോടും സംരക്ഷിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ കോൺക്രീറ്റിംഗ് പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത്. വെളിയങ്കോട് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ റോഡ് ഇടിഞ്ഞും തോടിലൂടെ ഒഴുക്കില്ലാത്തതിനാൽ കിലോമീറ്ററുകൾ വെള്ളം കെട്ടി നിന്നുമുണ്ടായിരുന്ന അപകടാവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമാകും. പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഏറെക്കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാര പദ്ധതി ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തന്നെ വെള്ളം കൃത്യമായി ഒഴുകിപ്പോവാത്തൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന റോഡ് ഇടിയുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിനീതനായ ഞാൻ ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു ഫണ്ട് ഈ പ്രദേശത്തേക്ക് വകയിരുത്താൻ കാരണം. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി നടക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 865 രൂപ, പവന് 64,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക ചങ്ങനാശ്ശേരി മാമൂട് എതിത്തറ വലിയകത്തിൽ ജേക്കബ് മത്തിയാസ് ഭാര്യ ഏലിയമ്മ MP നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് മാമൂട് ലൂർദ് മാതാ പള്ളി സെമിത്തേരിയിൽ. സ്മിത, സുനു, സുസ്മി എന്നിവർ മക്കളാണ്.
കോട്ടപ്പടി ഇരിങ്ങപ്പുറം പൂക്കോട്ടിൽ സുകുമാരൻ നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രേമ ഭാര്യയും പ്രശാന്ത്, പ്രകേഷ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി കരിക്കാട് സ്വദേശിയായ തൃശൂർ ലാലൂർ റോഡ് പുലിക്കോട്ടിൽ അമ്മിണി നിര്യാതയായി 85 വയസ്സായിരുന്നു. അവിവാഹിതയാണ്. സംസ്കാരം 2:30 പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. വടക്കേക്കാട് വട്ടംപാടം ICA സ്കൂളിന് കിഴക്ക് കൊങ്ങണം വീട്ടിൽ മൊയ്തീൻ കുഞ്ഞി മുസ്ലിയാരുടെ മകൻ ദാറുസലാം അബ്ദുള്ളക്കുട്ടി ഹാജി നിര്യാതനായി 77 വയസ്സായിരുന്നു. ദീർഘകാലം ഖത്തറിൽ മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്നു. ഖത്തർ, KMCC, സിജി, പ്രവാസി, ഇന്ത്യൻ സർവീസ്, ലീഗൽ സർവീസ് സെന്റർ തുടങ്ങി നിരവധി സംഘടനയിൽ നേതൃനിരയിൽ ഉണ്ടായിരുന്നു. ഖബറടക്കം ഞവനേങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സഫിയ ഭാര്യയും റുക്നുദ്ദീൻ, റഹ്മുദ്ദീൻ, റൈഹാന, റുക്സാന എന്നിവർ മക്കളുമാണ്. വാഗ കാണിയത്ത് വേലു മകൻ ശങ്കരൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി വാതക ശ്മശാനത്തിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.